ഏത് സമയവും അപകടം വിളിച്ചു വരുത്താവുന്ന രീതിയിൽ മുണ്ടക്കയം ടൗണിനെ ഭീതിയിലാഴ്ത്തി പെരുന്തേനീച്ച കൂടുകൾ. മുണ്ടക്കയം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിലാണ് പെരുന്തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത്. മുണ്ടക്കയം ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്തെ സ്വകാര്യ ബിൽഡിംഗിന് മുകളിൽ 10-ലധികം പെരുന്തേനീച്ച കൂടുകളാണ് ഉള്ളത്. മുണ്ടക്കയം ടൗണിലൂടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയുടെ വശത്തെ കെട്ടിടത്തിന് മുകളിലാണ് പെരുന്തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദേശീയപാതയിലൂടെ നടന്നുപോയ വയോധികന് ഈ പെരുന്തേനീച്ചയുടെ കുത്തേറ്റിരുന്നു. മുണ്ടക്കയം ടൗണിൽ അർമാണി ഹോട്ടലിന് സമീപത്തെ കെട്ടിടത്തിലാണ് ഭീമൻ തേനീച്ചക്കൂട് മറ്റൊരു ഭീഷണിയായി മാറുന്നത്. കാക്ക, പരുന്തടക്കമുള്ള പക്ഷികൾ തേനീച്ചക്കൂട് ആക്രമിച്ചാൽ തേനീച്ചകൾ ഇളക്കുകയും അത് മനുഷ്യരെ വ്യാപകമായി ആക്രമിക്കുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകളാണ് പെരുന്തേനീച്ചയുടെ കുത്തേറ്റ മരണമടഞ്ഞിട്ടുള്ളത്. അപകട സാധ്യത മുന്നിൽ കണ്ട മുണ്ടക്കയം പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു. ഇതിപ്പോൾ 3-4 മാസമായിട്ട് ഈ കടൽക്കൂട് ഇവിടെയുണ്ട്. നമ്മൾ 3-4 മാസമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ട് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവിടെ എന്നും വൈകുന്നേരം ബാറാണ്. എന്നും വൈകുന്നേരം ഒരു 10-400 പേര് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും സാഹചര്യത്താൽ ഒരു കാക്കയോ പരുന്തോ വല്ലതും തട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തും. ഇടയ്ക്ക് പുഞ്ചയിലൊരു അപകടം ഉണ്ടായിരുന്നു. അത് അതിലും വലിയ ഭീകരമായിരിക്കും. കാരണം ഇതിനടുത്ത് തന്നെയാണ് മുണ്ടക്കയം ടൗണ്. ഇതിപ്പം ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം പുഞ്ചവയൽ കുളമാക്കൽ സംസ്കാര ചടങ്ങിനെത്തിയ 18ഓളം പേർക്കാണ് കാട്ടുതേനീച്ചയുടെ കുത്തേറ്റത്. ഓരോ വീടുകൾക്ക് മുന്നിലും തീയിട്ടായിരുന്നു പലരും തേനീച്ചയുടെ കുത്തേൽക്കാതെ രക്ഷപ്പെട്ടത്. ജനവാസ മേഖലയോട് ചേർന്ന് പെരുന്തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത് അപകട ഭീഷണിയാണെന്ന് നാട്ടുകാർ നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും ഇതാണ് അപകടത്തിന് വഴിവെച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.